ഒരുപാട് പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്, ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ് എന്താണ് യഥാർത്ഥ സന്തോഷത്തിന്റെയും ശാശ്വതമായ ഒരു സമാധാനത്തിന്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ അറിവ് നേടിയതിന്റെ പേരിൽ നിങ്ങൾ ഒരു കഴിവ് നേടുകയാണ്. ഇപ്പൊ ഓട്ടോമാറ്റിക് ഗ്രാജുവലി നിങ്ങൾ ഒരു കഴിവ് നേടിക്കൊണ്ടിരിക്കുക. ഗ്രാജുവലി നിങ്ങൾ ഒരു വിൽ പവർ, ഒരു മൈൻഡ് പവർ, ഒരു അസാമാന്യമായ ഒരു സോൾ പവർ നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോലും അറിയാതെ. പക്ഷേ ഞാനിത് നേടിയവനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ഒരാളുടെ മുന്നിലും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ കരുതാൻ പോലും പാടില്ല. നിങ്ങൾ അവിടെ അതിശക്തമായ വിനയം നിങ്ങൾ പരിശീലിക്കും. അതിശക്തമായ വിനയം നിങ്ങൾ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു അറിവ് നേടിയവനാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ പോലും പാടില്ല. അങ്ങനെ തോന്നിയാൽ നിങ്ങൾ അത്രയും ദിവസം നേടിയ ആ പവർ നഷ്ടപ്പെടാൻ. അതുകൊണ്ടാണ് പലർക്കും വീണ്ടും വീണ്ടും വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സുഖം കിട്ടാത്തത്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഒരു തോന്നൽ വന്നിട്ടുണ്ട്, ഞാൻ എന്തോ ഒന്ന് നേടിയ ആളാണ്. ഒരിക്കലും തോന്നുന്ന അന്ന് ആ ഒരു സുഖം കുറയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിനയം പരിശീലിക്കുക. എല്ലാ കഴിവുകളും ഈ പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ, ഈശ്വരന്റെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ വരദാനമാണ്. മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സൂപ്പർ പവറാണ്. അത് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചതാണ്, അല്ലാതെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തതല്ല എന്ന് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടടുത്ത് ഇഷ്ടമല്ലാതെ കിടക്കുന്ന ഒരാളുടെ ദൗർഭാഗ്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു വിഷമം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ആഘോഷിക്കരുത്. മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യമുള്ള ഒരാളായിരിക്കും, ഒരുപാട് പ്രശ്നമുള്ളതായിരിക്കും. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്ഷമ, അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ശ്രമം. നിങ്ങൾ വെറുക്കുന്നവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വെറുക്കുന്നവന് വേണ്ടിയിട്ട് അവന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ അവനെയും നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. അത് മഹാന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അസാമാന്യം മൈൻഡ് പവർ. നിങ്ങൾ മൈൻഡ് പവർ നേടാനല്ല ഈ ലോകം മുഴുവൻ ഓൺലൈൻ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് കിടക്കുന്നത്. നിങ്ങൾ മനസമാധാനം, നിങ്ങൾ സന്തോഷം നേടാനും സമ്പത്ത് നേടാനും അല്ലേ നിങ്ങൾ ഈ ലോകം മൊത്തം നിങ്ങൾ എന്താണ് എന്ന സത്യം തിരിച്ചറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ ദൗർഭാഗ്യം വന്നു കഴിഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ട് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാവും. നിങ്ങളുടെ പവർ വീണ്ടും വർദ്ധിച്ചു. പ്രശംസയോ സാമൂഹിക പദവിയോ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒന്നും ചെയ്യരുത്. പ്രശംസയോ സാമൂഹിക സത്യമോ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. ഇത്രയും കാര്യം നിങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അഹങ്കാരവും അസൂയയും പിശുക്കും എല്ലാം നിങ്ങൾ ഇന്ന്